Theology of the body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. John Paul II's Theology of the Body. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് കത്തോലിക്ക സഭയിൽ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് മാത്രമേ വൈദികരാകുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ പഠന വിഷയമായിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് കവിഞ്ഞ് ഞങ്ങളെ ശക്തീകരിക്കണമേ. ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സ്വർഗീയ ജ്ഞാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ, നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്കിതിനു വേണ്ടി തേടാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. നമ്മൾ വളരെയധികം നമ്മുടെ സമൂഹത്തിലും ഒരുപക്ഷെ നമ്മുടെ സഭയുടെ തലങ്ങളിലുമൊക്കെ ചർച്ച ആയിട്ടുള്ളൊരു വിഷയമാണിതല്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ട് സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സിൽ ഈ ചോദ്യം കടന്നു വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് സഭയിൽ സ്ത്രീകൾക്ക് പൗരോഹിത്യം സ്വീകരിക്കുവാൻ സാധിക്കുന്നില്ല? അപ്പോൾ ഇതിനാധാരമായിട്ടുള്ള ഒരു പഠനം, ഒരു ചാക്രിക ലേഖനം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ വളരെ ഏറ്റവും ചെറിയ ഒരു ചാക്രിക ലേഖനമാണത്. അദ്ദേഹം പുറപ്പെടുവിച്ചിട്ടുണ്ട്. നമുക്കാദ്യം അത് ഒന്ന് കാണാം. ഈ ചാക്രിക ലേഖനത്തിൻ്റെ പേര് ഓർഡിനാന്തിയോ സേക്കർഡോറ്റാലിസ് എന്ന് പറഞ്ഞാൽ പ്രീസ്ലി ഓർഡിനേഷൻ. അതിനെക്കുറിച്ചുള്ള ഒരു ആധികാരികമായിട്ടുള്ള ഒരു പഠനമാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇറക്കിയത്. അപ്പോൾ അതിൽ 4 പ്രധാനപ്പെട്ട പോയിൻ്റാണ് പറയുന്നത്. ഒന്നാമത്തേത്, ക്രിസ്തു പുരുഷന്മാരിൽ നിന്ന് മാത്രമാണ് അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തത്. രണ്ടാമത്തെ പോയിന്റ്, ദൈവീക പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ തിരഞ്ഞെടുപ്പെന്ന് സുവിശേഷങ്ങളും അപ്പസ്തോല പ്രവർത്തനങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പം ഇവിടെ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചതിന് ശേഷം പിതാവുമായുള്ള ഐക്യത്തിൽ പരിശുദ്ധാത്മാവിലൂടെയാണ് അവിടുന്ന് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത്. ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത്. അപ്പോൾ ഇത് വളരെ ആഴമായിട്ടുള്ള ഒരു തിയോളജിക്കൽ ഫൗണ്ടേഷനിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത് എന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഈ ചാക്രിക ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് അവിടെ നമ്മളെ പഠിപ്പിക്കുക. തുടർന്ന് വീണ്ടും നമുക്ക് കാണാം വിഷ്വല്. വീണ്ടും ഇവിടെ അദ്ദേഹം പറയുന്നത് ദൈവമാതാവിൻ്റെ ആ പ്രത്യേകമായ റോളിനെ കുറിച്ചാണ്, സഭയിലുള്ള റോളിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നു, ദൈവമാതാവും സഭയുടെ മാതാവുമായ പരിശുദ്ധ കന്യാമറിയത്തിന് ശുശ്രൂഷ പൗരോഹിത്യമോ അപ്പസ്തോലന്മാരുടെ മിഷനോ ലഭിച്ചില്ല. ഇതാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ വേറൊരു കാരണം. അതുകൊണ്ട് സ്ത്രീകളെ പുരോഹിതരായി അഭിഷേകം ചെയ്യാത്തത് അവരോടുള്ള വിവേചനമോ അവരുടെ അന്തസ്സിനുള്ള അവമതിയോ ആയി കാണുവാൻ സാധിക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം സ്ത്രീകളെ അപമാനിക്കുകയോ അവരുടെ സ്ത്രീത്വത്തിന് വില കൽപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നെന്ന് വരികിൽ പരിശുദ്ധ അമ്മയെ സഭയുടെ മാതാവായിട്ട് ഒരിക്കലും അവരോധിക്കുകയില്ലായിരുന്നു. അപ്പം പരിശുദ്ധ അമ്മ സഭയുടെ മാതാവാണ്, ദൈവമാതാവാണ്. അത്രയും വലിയ ഡിഗ്നിറ്റിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരിക്കലും ഒരു ഡിസ്ക്രിമിനേഷൻ അല്ല, ഇത്
ഈശോയുടെ പ്രത്യേകമായ ആ ഒരു പദ്ധതി പ്രകാരം ആവിഷ്കരണം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സഭയ്ക്ക് സ്ത്രീകളെ പുരോഹിതരായി അഭിഷേകം ചെയ്യുവാനുള്ള അധികാരമില്ല. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ആ അധികാരത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതാണ്, ഒരു കാരണവശാലും അധികാരമില്ല. ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം വിശ്വാസികൾക്കുണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ചർച്ചകളും ആവശ്യമില്ലാത്ത ഡിബേറ്റുകൾ ഒരുപക്ഷെ സഭാതലങ്ങളിൽ തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് അത് സംസാരിക്കേണ്ട ആവശ്യമേ ഇല്ല എന്ന് തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രീസ്ലി ഓർഡിനേഷനെ കുറിച്ചുള്ള ഈ പ്രബോധനത്തിൽ, ഈ ചാക്രിക ലേഖനത്തിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്കിതിനെ ഒരു തിയോളജി ഓഫ് ദ ബോഡി ഡൈമെൻഷനിലൂടെ ഇതിനുള്ള ഉത്തരം എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തിയോളജി ഓഫ് ദ ബോഡി ഡൈമെൻഷനിലൂടെ എന്താണ് സഭ പറയുന്നത്, എന്തുകൊണ്ട് എന്നുള്ള ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ, ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടണമെങ്കിൽ ക്രിസ്തു മണവാളൻ എന്നുള്ള ആ ഒരാശയം നമ്മുടെ ബുദ്ധിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകണം. അപ്പോൾ നമ്മളൊക്കെ പറയുന്നില്ലേ, ക്രിസ്തു ആരാ? മണവാളൻ ആരാ? മണവാട്ടി ആരാ? അപ്പോൾ ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, എങ്കിലും നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എന്താ ഈ ക്രിസ്തു മണവാളൻ, ക്രിസ്തു നമ്മുടെ സഭ മണവാട്ടി എന്ന് പറയുമ്പോൾ എന്താ അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്? ക്രിസ്തു സഭയുടെ മണവാളൻ. എന്തു പറഞ്ഞാൽ എന്താണ് നമുക്ക് മനസ്സിലാകുന്നത്? അതാണ് ചോദ്യം. ആത്യന്തികമായിട്ട് നമ്മൾ ക്രിസ്തുവിലേക്കാണ് എത്തിപ്പെടുന്നത്. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു, നമ്മൾ ആത്യന്തികമായിട്ടൊരു വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, ഒരു സ്വർഗീയ വിവാഹത്തെക്കുറിച്ച്. അപ്പോൾ നമ്മളിത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറച്ചും കൂടെ ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. നമുക്ക് വിഷ്വലിലേക്ക് നോക്കാം. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇത് മതബോധന ഗ്രന്ഥം 1602 പാരഗ്രാഫിൽ നിന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു കാര്യം ഇവിടെ മതബോധന ഗ്രന്ഥം നമ്മളോട് പറയുന്ന ഇതാണ്, 1602 വിശുദ്ധ ഗ്രന്ഥം തുടങ്ങുന്നത് ഒരു വിവാഹത്തിലാണ്, വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നതും ഒരു വിവാഹത്തിലാണ്. അപ്പോൾ ഏത് വിവാഹത്തിലാണ് വിശുദ്ധ ഗ്രന്ഥം ആരംഭിക്കുന്നത്? ആദത്തിൻ്റെയും ഔവയുടെയും വിവാഹം ദൈവം ഈ ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട്, അവരെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരു എർത്ത്ലി മാരേജ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തു. നമ്മൾ വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു വിവാഹത്തെക്കുറിച്ചും നമ്മളൊരു വിവാഹ സദ്യയെക്കുറിച്ചും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആരുടെ വിവാഹമാണ് നടക്കുന്നത്? യേശുവിൻ്റെ. ആരുമായിട്ടുള്ള വിവാഹം? സഭയുമായിട്ടുള്ള. അപ്പം ആരാണ് അവിടെ മണവാളൻ? ക്രിസ്തു. മണവാട്ടി ആര്? സഭ. അപ്പം ബൈബിൾ തുടങ്ങുന്നത് ഒരു എർത്ത്ലി മാരേജിൽ, അവസാനിക്കുന്നതൊരു ഹെവൻലി മാരേജ്. നമുക്ക് വളരെ മനോഹരമായിട്ട് ഇത് നമുക്ക് കാണുവാൻ സാധിക്കും. വെളിപാട് പുസ്തകത്തിൽ നമുക്ക് വിഷ്വൽ ഒന്ന് നോക്കാം. നമുക്ക് ഒന്ന് ഒരുമിച്ച് വായിക്കാമോ അതെല്ലാവർക്കും? നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം. എന്തെന്നാൽ കുഞ്ഞാടിന് വിവാഹം സമീപിച്ചിരിക്കുന്നു, അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. ദൂതൻ എന്നോട് പറഞ്ഞു, എഴുതുക, കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിന് വിളിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. അവർ വീണ്ടും പറഞ്ഞു, ഇവ ദൈവത്തിൻ്റെ സത്യവചസ്സുകളാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞ ആ സ്വർഗീയ വിരുന്നിന് ബൈബിളിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന. അപ്പോൾ അവിടെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു, സഭയാകുന്ന മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ കാലം എത്രയും, ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ ആ നിമിഷം വരെ ഈ മണവാട്ടി അണിഞ്ഞൊരുങ്ങുകയായിരുന്നു ഈ സ്വർഗീയ വിരുന്നിന് വേണ്ടിയിട്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ടു, നമ്മുടെ ഈ ലോക ജീവിതം തന്നെ ഒരു തീർത്ഥാടന യാത്രയാണ് എന്ന്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ചുരുങ്ങിയ സമയമായിരിക്കാം, കൂടുതൽ സമയമുണ്ടാകാം, പക്ഷേ ഈ യാത്രയ്ക്കുള്ളിൽ നമ്മൾ എന്താണ് ഒരുങ്ങേണ്ടത്? വിവാഹ വിരുന്നിന്.
നമ്മളപ്പോൾ എല്ലാവരും ഈ വിവാഹ വിരുന്നിനാണ് അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് നമുക്ക് സഹായകമായി നമ്മുടെ യാത്രയിൽ നമുക്ക് സഭ വളരെയധികം കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിച്ച് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂദാശകൾ, നമ്മൾ എത്ര കുറവുകളുള്ളവരാണെങ്കിലും നമുക്ക് ഈ വിവാഹ വിരുന്നിനെ അണിഞ്ഞൊരുങ്ങത്തക്ക വിധത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും കത്തോലിക്കാ സഭ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കാരണവശാലും ഈ വിവാഹ വിരുന്ന് മുടങ്ങാൻ പാടില്ല. നമ്മളെല്ലാവരും സ്വർഗത്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മൾ പോകേണ്ടതും പോകുന്നതും സ്വർഗത്തിലേക്കാണ്. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്ന, അപ്പോൾ ഈ ഒരു വലിയ വിവാഹ വിരുന്നിൽ മണവാളൻ മണവാട്ടി എന്ന കോൺസെപ്റ്റ് വീണ്ടും അവിടെ തുടർച്ചയായിട്ട് വരികയാണ്. നമുക്ക് വീണ്ടും നോക്കാം, നമുക്ക് വിഷ്വൽ അവിടെ ഒന്ന് നോക്കാം. ഇത് നമ്മുടെ മതബോധന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഐക്യം, ശിരസ്സും അവയവവും തമ്മിലുള്ള ഐക്യം വ്യക്തിപരമായ ബന്ധത്തിൽ രണ്ടിൻ്റെയും വ്യത്യാസം കൂടെ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ആ ബന്ധം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ഒരു ബന്ധമായിട്ട് വളരെ അനാലജിക്കലി അത് ഉപയോഗിച്ചിരിക്കുകയാണ്, ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ. അപ്പോൾ വീണ്ടും നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 29-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? മണവാട്ടിയുള്ളവനാണ് മണവാളൻ, അടുത്തു നിന്നും മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവൻ്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു, അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു. ഇതാരാണ് പറഞ്ഞതെന്നറിയാവോ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ. വെരി ഗുഡ്. സ്നാപക യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറഞ്ഞത് ഇതാണ്: ഇതാ മണവാളൻ, അവൻ്റെ അടുത്ത് നിൽക്കുന്ന ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പം യോഹന്നാൻ സ്നാപകനും യേശുവിനെക്കുറിച്ച് പ്രവചിക്കുവാനായി വന്ന യോഹന്നാൻ സ്നാപകനും വളരെ വ്യക്തമായിട്ട് യേശുവിനെക്കുറിച്ച് ഒരു മണവാളൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് കാണാം, യേശു തന്നെ മണവാളൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ബൈബിളിൽ. നമുക്ക് വീണ്ടും വിഷ്വലിലേക്ക് നോക്കാം. കർത്താവ് തന്നെ പറ്റി മണവാളൻ എന്ന് പറയുന്നത് മതബോധന ഗ്രന്ഥം എടുത്തു പറയുന്നുണ്ട്. അവിടെ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 19-20 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കിതാണ് അവിടെ മനസ്സിലാകുന്നത്. ബോബി വായിക്കാം. യേശു പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവാളത്തോർക്ക് ഉപവസിക്കാൻ സാധിക്കുമോ? മണവാളൻ കൂടെയുള്ളിടത്തോളം കാലം അവർക്ക് ഉപവസിക്കാനാവില്ല. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന കാലം വരും, അന്ന് അവർ ഉപവസിക്കും. യേശു ഇനിയും മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 15-ാം വാക്യത്തിൽ വീണ്ടും നമ്മൾ പറയുന്നു, അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖമാചരിക്കുവാനാവുമോ? മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും, അപ്പോൾ അവർ ഉപവസിക്കും. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിൽ ഇതേ ആശയം തന്നെ യേശു പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാമോ? യേശു അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴരെ കൊണ്ട് ഉപവസിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ സുവിശേഷങ്ങളിലെല്ലാം യേശു ഈ ഒരു കോൺസെപ്റ്റ്, ക്രിസ്തു മണവാളൻ സഭ മണവാട്ടി, ഈ ഒരു സ്പൗസൽ അനാലജി, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഒരു സ്പൗസൽ അനാലജി, ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധം, അത് വളരെ വ്യക്തമായിട്ട് ബൈബിളിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് നമുക്ക് വിഷ്വൽ കാണാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് എർത്തിലി മാരേജിൽ, അവസാനം നമ്മളുടെ ഫൈനൽ ഡെസ്റ്റിനി ഹെവൻലി മാരേജ്. അപ്പോൾ ഇതിൻ്റെ ഒത്ത നടുക്ക് ഞാൻ പറഞ്ഞു ഉത്തമഗീതം. ബെനഡിക്റ്റ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ക്രൈസ്തവ ദർശനത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ എവിടേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതിൻ്റെയും ഒക്കെ ആഴമായ അർത്ഥം ഉത്തമഗീതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ ഒരു സ്പൗസൽ അനാലജിയാണ്, മണവാളനും മണവാട്ടിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു സ്പൗസൽ അനാലജിയാണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ അന്ത്യ അത്താഴത്തെക്കുറിച്ച് ഇവൻ കുർബാന സ്ഥാപിച്ചതുവരെ വളരെ വ്യക്തമായിട്ട് ഈ മണവാളൻ മണവാട്ടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അതിൽ കൊണ്ടുവരുന്നതായിട്ട് പിതാക്കന്മാർ പറയുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ അഗസ്റ്റിൻ്റെ നമുക്ക് വിഷ്വൽ ഒന്നുകൂടെ നോക്കാം അങ്ങോട്ട്.
അവസാന അത്താഴം ഒരു വിവാഹ വിരുന്നായിരുന്നു. ഇറ്റ് വാസ് ദ ഫീസ്റ്റ് ഓഫ് വെഡിങ്. മണവറ കട്ടിലായ കുരിശിൽ എന്ന് പറഞ്ഞാൽ ദുഃഖവെള്ളിയാഴ്ച കുരിശാകുന്ന അദ്ദേഹത്തിൻ്റെ ആ മണവറയിൽ സഭയ്ക്കു വേണ്ടി സ്വയം ബലിദാനമായി, തൻ്റെ മണവാട്ടിക്ക് വേണ്ടി സ്വയം ബലിദാനമായതിൻ്റെ ഒരു വെളിപ്പെടുത്തലായിരുന്നു സാക്രമെൻ്റൽ പ്രസൻസിൽ ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച് അവിടുന്ന് ചെയ്തതെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. അപ്പോൾ നാളെ കൺസ്യൂമേഷൻ, മാര്യേജ് കൺസ്യൂമേഷൻ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ നടക്കുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് സഭയ്ക്ക് സ്വയം ദാനമായി മണവാളനെല്ലാം മണവാട്ടിക്ക് കൊടുക്കുന്നതിൻ്റെ പ്രതീകമായിട്ട് ഈ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നാണ് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കുർബാനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ഇതെൻ്റെ ശരീരമാകുന്നു. അപ്പം പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഒട്ടും നമ്മളെ വിട്ടുപിരിയുവാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, സഭയെ വിട്ടുപിരിഞ്ഞു പോകുവാൻ സാധിക്കുകയില്ല, പക്ഷേ പോകാതിരിക്കാനും പറ്റുകയില്ല. അപ്പോൾ പറഞ്ഞു, ഇതാ സ്വയം ദാനമായി എന്നെ തന്നെ ഞാൻ നിങ്ങൾക്ക് നൽകുക, എൻ്റെ മണവാട്ടി എൻ്റെ ശരീരം ഇതാ നീ ഭക്ഷിച്ച് രക്തം പാനം ചെയ്ത് നമ്മുടെ ഹെവൻലി മാരേജിന് വേണ്ടിയിട്ട് നീ ശക്തി പ്രാപിക്കുക. അതാണ് ശരിക്കും പരിശുദ്ധ കുർബാനയിലൂടെ നമ്മളെല്ലാ ദിവസവും പ്രാപിക്കേണ്ടത്. നമ്മുടെ ഈ തീർത്ഥാടന യാത്രയിൽ ഏറ്റവും അധികം ശക്തി നമുക്ക് ശേഖരിക്കുവാൻ, അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ സോഴ്സ് ആൻഡ് സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്, നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ് പരിശുദ്ധ കുർബാന. അപ്പോൾ ഇവിടെ ബെനഡിക്റ്റ് മാർപ്പാപ്പ ആരാധനയെക്കുറിച്ചുള്ള പ്രീ പേപ്പൽ വർക്കിൽ നമുക്ക് വിഷ്വൽ നോക്കാം. അദ്ദേഹം പറയുകയാണ്, വിവാഹത്തിൽ സ്ത്രീയും പുരുഷനും സംഭവിക്കുന്നത് പോലെ ഒരു കൂട്ടായ്മ ദിവ്യകാരുണ്യത്തിൽ സംഭവിക്കുന്നു. അവർ ഏക ശരീരമായി തീരുന്നത് പോലെ ദിവ്യകാരുണ്യത്തിൽ നാം എല്ലാവരും ഏക ആത്മാവായി ക്രിസ്തുവിനോടുകൂടി ഒരു വ്യക്തിയായി മാറുന്നു. അപ്പം ക്രിസ്തു ഇറ്റേണൽ ബ്രൈഡ് ഗ്രൂം, നിത്യ മണവാളൻ മണവാട്ടിയുമായി ഒന്നായി തീരുന്നതിന് ഈ ലോകത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു കൂദാശയാണ് പരിശുദ്ധ കുർബാന എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇനിയാണ് ഞാൻ ഈ പൗരോഹിത്യത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധം നമ്മൾ മനസ്സിലാക്കി, മണവാളനും മണവാട്ടിയും. അപ്പോൾ ഇനി പൗരോഹിത്യത്തിൽ എന്താണ് പ്രധാനമായിട്ട് നമ്മൾ ഇതുമായിട്ട് നമുക്ക് പഠനം ചെയ്യുവാൻ എന്താണുള്ളതെന്ന് നമുക്ക് നോക്കാം. വിഷ്വലിലേക്ക് നമുക്ക് നോക്കാം. ഇത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് പൗരോഹിത്യത്തിൻ്റെ കാര്യത്തിൽ. നമ്മൾ എന്തുകൊണ്ട് പുരുഷന്മാർക്ക് മാത്രമേ വൈദികരാകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് നമുക്ക് ക്ലിയർ ആകണമെങ്കിൽ ഈ കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുവിൻ്റെ മാനുഷിക തലം കേവലം ഒരു പുരുഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? അവിടുന്ന് ഒരു മണവാളനാണ്, ഒരു ബ്രൈഡ് ഗ്രൂമാണ്. അപ്പം മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയും കൂട്ടായ്മയിൽ ഏക ശരീരമായി മാറുന്നു വിശുദ്ധ ബലിയിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ. അപ്പം മണവാളനായ ക്രിസ്തുവും മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി തൻ്റെ ശരീരം പരിത്യാഗം ചെയ്യുന്നു. അങ്ങനെ നിത്യജീവൻ അവകാശമാക്കുന്നതിനായി നമുക്ക് അവിടുത്തെ ശരീരം നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുന്നു. ഇത് ഇതിലൂടെയാണ് നമുക്ക് സാധിക്കുക? പരിശുദ്ധ കുർബാനയിലൂടെ. അപ്പോൾ വൈദികൻ്റെ റോൾ അവിടെ എന്താണ്? ആ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ആരുടെ റോളാണ് വൈദികൻ അവിടെ എടുക്കുന്നത്? മണവാളൻ്റെ റോളാണ്. സ്വർഗീയ മണവാളൻ്റെ റോളാണ് വൈദികൻ അവിടെ എടുക്കുന്നത്. നമ്മൾ ലിറ്റർജിയെക്കുറിച്ച് കൂടുതൽ ആഴമായിട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. ഇതാ ആ കൂദാശ വചനത്തിൽ വൈദികൻ അപ്പം എടുത്തുകൊണ്ട് എന്താ പറയുന്നത്? ഇത് എൻ്റെ ശരീരമാകുന്നു. അപ്പോൾ ആ ഒരു സ്വർഗീയ റെപ്രസെൻറ്റേഷനാണ്, ആ പൗരോഹിത്യമാണ് ആ വൈദികനിലൂടെ അവിടെ എക്സിക്യൂട്ട് ആകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആയോ? അപ്പോൾ ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുമ്പോൾ നമുക്കിനിയും ഒരു വിഷയത്തിലൂടെ നോക്കാം നമുക്ക്. അപ്പോൾ പുരോഹിതൻ ആരാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഒരു മണവാളനാണ്. മണവാളൻ എന്ന് പറഞ്ഞാൽ ആരാ? ഒരു ഭർത്താവാണ്. സഭയുടെ
കാണപ്പെടുന്ന നമുക്ക് ഇവിടെയുള്ള യേശുവിൻ്റെ വേറൊരു പ്രതിച്ഛായ ഉള്ള മണവാളൻ. ഇതാണ് ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം. അപ്പം മണവാട്ടിയെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയുള്ള ആളാണ് പുരോഹിതൻ. അതിനു വേണ്ടിയിട്ടാണ് പൗരോഹിത്യം. അതെങ്ങനെയാണ് ശുശ്രൂഷ പൂർത്തിയാക്കുന്നത്? കൂദാശകളിലൂടെ അവളെ പരിപോഷിപ്പിച്ചുകൊണ്ട്, പാപത്തിൽ നിന്ന് അവളെ സംരക്ഷിച്ചുകൊണ്ട് പുരോഹിതൻ ഒരു ഭർത്താവിൻ്റെ, ഒരു മണവാളൻ്റെ കർത്തവ്യം നിർവഹിക്കുകയാണ് സഭയിലൂടെ. അപ്പം മണവാട്ടിയാകുന്ന സഭയ്ക്ക് വേണ്ടി ആണ് ഇവൻ പുരോഹിതൻ സെലബേസായി ഈ ലോകത്തിലുള്ള വിവാഹം വേണ്ട എന്ന് മാറ്റിവെച്ചുകൊണ്ട് ഈ സ്വർഗീയ വിവാഹത്തിന് വേണ്ടി ഈ സഭയെ ഒരുക്കി നമ്മൾ ഒരുമിച്ചുള്ള യാത്ര തുടരുന്നത്. അപ്പോൾ എത്ര മനോഹരമാണ് ആ കോൺസെപ്റ്റ്. നമ്മൾ ഈ മണവാളൻ മണവാട്ടി എന്നുള്ള ആ കോൺസെപ്റ്റിൽ നമുക്ക് ചിന്തിക്കുമ്പോൾ, അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത് പോലെ ഈ മണവാളൻ സഭയാകുന്ന മണവാട്ടിക്ക് വേണ്ടി ക്രിസ്തുവിൻ്റെ റെപ്രസെൻറ്റേറ്റീവായി സ്വയം സമർപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് അവരുടെ സെലിബസിക്ക് പോലും അത്രയും അർത്ഥം ഉണ്ടാകുന്നത്. അവർ സ്വയം ദാനമായി, സ്വയം സമർപ്പിച്ചുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സഭയ്ക്ക് നൽകുന്ന ആ ഒരു വലിയ പരിത്യാഗം. മനസ്സിലായോ അത്? അപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ ക്രിസ്തു മണവാളൻ, സഭ മണവാട്ടി. അപ്പം പുരുഷൻ്റെ സ്ഥാനത്തേക്കാൾ ഉപരി മണവാളൻ്റെ സ്ഥാനം, സഭ മണവാട്ടി. ഈ ഒരു വിവാഹത്തെക്കുറിച്ചാണ് നമ്മൾ പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. എന്താണ് നിങ്ങൾക്കിനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആരെ? ഫ്രാൻസിസ്, എന്താണ്? മറ്റു സഭകളിൽ സ്ത്രീകൾക്ക് പൗരോഹിത്യം അനുവദിക്കുന്നുണ്ട്. ഓക്കെ. കത്തോലിക്ക സഭ ഇതെങ്ങനെ കാണുന്നു? ഓക്കെ, ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. മറ്റ് സഭകളിൽ, കത്തോലിക്ക സഭ അല്ലാത്ത സഭകളിൽ സ്ത്രീകൾക്ക് പൗരോഹിത്യം അനുവദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചില സഭകളിൽ അതിന് അനുവാദമുണ്ട്. ഞാൻ ഒരു കാര്യം ഇവിടെ വ്യക്തമാക്കി പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, നമുക്ക് എന്താണ് യഥാർത്ഥമായിട്ട് സഭയുടെ ആ തിയോളജിക്കൽ ആറ്റിറ്റ്യൂഡ്, അത് നമ്മൾ പഠിക്കുക ഇവിടെ. അപ്പം മറ്റ് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് പോലെ വി ആർ നോട്ട് ദെയർ ടു ജഡ്ജ് എനിവൺ. നമുക്കാരെയും വിധിക്കാനുള്ള അധികാരമില്ല. കാരണം ക്രിസ്തു ദൈവമാണ് വിധിക്കേണ്ടത്. പിന്നെ ഞാൻ എൻ്റെ ചെറിയ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ ഈ പഠിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറയുകയുണ്ടായി, ക്രിസ്തു മണവാളൻ. മണവാളൻ എന്ന് പറഞ്ഞാൽ പുരുഷനാണോ സ്ത്രീയാണോ? പുരുഷൻ. ഓക്കെ. സഭ മണവാട്ടി. അപ്പം നമ്മൾ പ്രധാനമായിട്ട് പരിശുദ്ധ കുർബാനയുടെ ആ അർപ്പണത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളെ വൈദികരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിലെ അവരുടെ ആ പ്രീസ്ലി ഓർഡിനേഷൻ്റെ ഏറ്റവും ക്ലൈമാക്സ് ആണ് അവരെ പരിശുദ്ധ കുർബാന ചൊല്ലുക എന്നുള്ളത്. കാരണം അവിടെയാണ് ശരിക്കും സഭയാകുന്ന മണവാട്ടിക്ക് മണവാളൻ സ്വന്തം ശരീരം കീറി മുറിച്ച് കൊടുക്കുന്ന ആ എക്സ്പീരിയൻസ്, ആ വൺ ഫ്ലഷ് യൂണിൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും അവിടെ പൂർത്തിയാകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ മണവാളൻ്റെ സ്ഥാനത്ത് പുരുഷൻ, മണവാട്ടിയുടെ സ്ഥാനത്ത് സ്ത്രീ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ മണവാളൻ്റെ സ്ഥാനത്ത് ഒരു മണവാട്ടിയും മണവാട്ടിയുടെ സ്ഥാനത്ത് മണവാട്ടിയുമാണെങ്കിൽ ഇതിനെങ്ങനെയാണ് നമ്മളൊരു തിയോളജിക്കൽ മീനിങ് കണ്ടെത്താൻ പറ്റുന്നത്? അപ്പോൾ ഇന്നത്തെ സെക്യുലർ കൾച്ചർ പറയുന്നത് പോലെ അതൊരു സെയിം സെക്സ് മാരേജ് എന്ന് പറയുന്നത് പോലെയാണ്. സ്ത്രീയും തമ്മിൽ, അല്ലെങ്കിൽ പുരുഷനും തമ്മിലുള്ള വിവാഹത്തിന് തുല്യമാണത്. അപ്പോൾ അത് ഒരു കാരണവശാലും സഭയുടെ ഒരു തിയോളജിക്കൽ ആൻഡ് ആന്ത്രപ്പോളജിക്കൽ ഡൈമെൻഷനിൽ നമ്മൾ നോക്കുമ്പോൾ അത് തെറ്റാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, വി ആർ നോട്ട് ദെയർ ടു ജഡ്ജ് എനിവൺ. അവരുടെ ബോധ്യങ്ങളും വിശ്വാസവും അനുസരിച്ച് അവർ ചെയ്യുന്നു. പക്ഷേ കത്തോലിക്ക സഭയാണ് ഏറ്റവും അതോറിറ്റേറ്റീവായിട്ട് ഈ ബോധ്യങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്നതും നമുക്ക് മനസ്സിലാക്കി തരുന്നതും. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമയമായി. നമുക്ക് ഇനിയും തുടർന്നുള്ള ചോദ്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലേക്ക് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വിടാം, info@tob4life.org. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്.
അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. ജീസസ് ലവ്സ് യു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. info@tobforlife.org. അടുത്ത എപ്പിസോഡ് തിയോളജി ഓഫ് ദ ബോഡി, ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്ര പഠന പരമ്പരയുടെ അവസാനത്തെ എപ്പിസോഡാണ്. ഒരുപക്ഷെ നമുക്കതിനെ TOBയുടെ ഗോൾഡൻ എപ്പിസോഡ് എന്ന് തന്നെ വിളിക്കാം. നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലെല്ലാം പ്രധാനമായിട്ട് ചിന്തിച്ച, നിങ്ങളെ ഏറ്റവും അധികം സ്പർശിച്ച ചില ഭാഗങ്ങൾ വീണ്ടും നിങ്ങളുടെ വിചിന്തനത്തിന് വേണ്ടിയിട്ട് അടുത്ത എപ്പിസോഡ്, വളരെ പ്രധാനപ്പെട്ട എപ്പിസോഡാണ്, ദ ഗോൾഡൻ എപ്പിസോഡ്. കാത്തിരിക്കുക. John Paul II's Theology of the Body.